ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വിഷുവിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുള്ള വിഷുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഇത് വേവിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. നമുക്കിത് കുക്കറിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് അമ്പലത്തിൽ നിന്നെല്ലാം കിട്ടുന്ന അരിപ്പായസത്തിന് യൂസ് ചെയ്യുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ആദ്യം നന്നായി തന്നെ ഒന്ന് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കാം. ഉണക്കലരി വെന്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അരി നന്നായി വാഷ് ചെയ്ത ശേഷം ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. അരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം കുക്ക് ചെയ്തെടുക്കാം. അരി സ്ട്രെയിൻ ചെയ്ത ശേഷം ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അരി വേവിച്ചെടുക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു തേങ്ങയുടെ 2 ഗ്ലാസ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് തേങ്ങാപ്പാലും എടുത്തിട്ടുള്ളത്. അരിയിലേക്ക് പിടിക്കാനായിട്ടുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മൂടി വെച്ച് 2 വിസിൽ വരുത്തിയിട്ടൊന്ന് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരിയെല്ലാം ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. സ്പൂൺ വെച്ച് ചെറുതായി ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1/4 കപ്പ് ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി തേങ്ങയുടെ 1 കപ്പ് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സിമ്മിൽ വെച്ച് ഈ തേങ്ങാപ്പാലെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ഇതെല്ലാം ഇതിൽ വറ്റി സെറ്റായി വന്നിട്ടുണ്ടാവും. ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ തേങ്ങ ചേർക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ചെറുകിയ തേങ്ങയും കൂടെ ലാസ്റ്റ് ഒന്ന് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വിഷുക്കട്ട കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാൽ നന്നായി തന്നെ വറ്റി വരണം. ഇല്ലെങ്കിൽ നമ്മളിത് പ്ലേറ്റിൽ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊന്ന് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് നന്നായി തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ടൈം അരി കുക്ക് ചെയ്തിട്ട് ടൈമൊന്നും വേസ്റ്റ് ആവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് രാവിലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പ്ലേറ്റ് എടുത്ത് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണയുടെയും കൂടെ ആ ഫ്ലേവർ വരുമ്പോഴാണ് വിഷുക്കട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇത് ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വാഴയിലയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലാണത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വിഷുക്കട്ട ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ചൂടോട് കൂടി കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ചൂട് മാറിയ ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വിഷുക്കട്ട കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ശർക്കരപ്പാനിയുടെ കൂടെയും മത്തങ്ങയും പയറും എരിശ്ശേരിയുടെ കൂടെയും വെള്ളരിക്കക്കറിയുടെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ തേങ്ങയും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കറികളൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തിരക്കുള്ള സമയങ്ങളിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്